ഇന്ന് ഞാനും അമ്മയും കൂടി കാട്ടിൽ മേക്കതി ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോകുവാണ്. സത്യത്തിൽ കാട്ടിൽ മേക്കതി ഭഗവതി ക്ഷേത്രം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അങ്ങനെ അറിയത്തില്ല. മണി കെട്ടുന്ന അമ്പലം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. സത്യത്തിൽ ഞാൻ തന്നെ അവിടെ പോയപ്പോഴാണ് ഈ അമ്പലത്തിൻ്റെ പേര് കാട്ടിൽ മേക്കതി ഭഗവതി ക്ഷേത്രമാണെന്ന് അറിയുന്നത്. ഞാനും വിചാരിച്ചുകൊണ്ടിരുന്നത് മണി കെട്ടുന്ന അമ്പലം എന്ന് മാത്രമാണ് ഞാനും പറഞ്ഞുകൊണ്ടിരുന്നത്. അതിരാവിലെ ആയതുകൊണ്ട് റോഡിൽ അങ്ങനെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. ഗുരുദേവനെ കണ്ടു പ്രാർത്ഥിച്ചിട്ട് കുറച്ചിട്ട് ഞാനും അമ്മയും കൂടി റോഡിൽ വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും നമ്മളെ വണ്ടി ഇവിടെ വന്ന് നേരെ വണ്ടിയിൽ കയറിയിരുന്ന് നേരെ നമ്മൾ പോയത് ക്ഷേത്രത്തിലേക്കാണ്. ഏകദേശം ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ക്ഷേത്രത്തിലേക്ക് എത്തി. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു, എന്നാലും അത്യാവശ്യം ഇത്തിരി തിരക്കുണ്ടായിരുന്നു. ഇവിടെ നിന്ന് നമ്മളിനി പോവേണ്ടത് അക്കരയ്ക്കാണ്. ഇവിടെ നിന്ന് നമുക്ക് ജങ്കാറിൽ വേണം അക്കരയ്ക്ക് പോകാൻ. നമ്മൾ എത്തിയപ്പോൾ തന്നെ നമ്മളെ ജങ്കാർ ഇവിടെ വന്നായിരുന്നേ. അങ്ങനെ നമ്മളും ജങ്കാറിലോട്ട് കയറിയതാ. ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള ആൾക്കാരാണ്, ഇത്രയും ആൾക്കാരാണ് ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് ഇതിനകത്ത് കയറിയത്. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിലെത്തി, അർച്ചനയും നടത്തി, ദേവിക്ക് നെയ്യും വിളക്കെണ്ണയും മേടിച്ച് നമ്മൾ ദേവിയെ കണ്ട് തൊഴുതിറങ്ങി. അങ്ങനെ ദേവിയെ കണ്ട് തൊഴുതിറങ്ങിയതിന് ശേഷം പ്രസാദവും മണിയും മേടിച്ച് ഞാനും അമ്മയും കൂടി മണികെട്ട് 4ലേക്കാണ് പോണത്. അവിടെ ചെന്ന് ചുറ്റുവലം ചെയ്ത് ഞാനും അമ്മയും കൂടിയാണ് മണി കെട്ടിയത്. അത് കഴിഞ്ഞ് നമ്മൾ അന്നദാനപുരയിൽ പോയി കഞ്ഞിയും പയറും കുടിച്ച്. എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആണ് ഇവിടുത്തെ കഞ്ഞിയും പയറും. അതും കഴിച്ചിട്ട് നേരെ നമ്മൾ വള്ളത്തിലാണ് തിരിച്ചു പോയത്. നമുക്ക് ജങ്കാറ് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ തിരിച്ച് വള്ളത്തിൽ പോകുന്നത്. അമ്മ ആദ്യമായിട്ടാണ് വള്ളത്തിൽ കയറുന്നത്, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് അമ്മയുടെ മുഖത്ത് ഇപ്പോൾ കാണുന്നത്. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതേപോലെ ഇങ്ങനെ വള്ളത്തിലൊക്കെ കയറാനായിട്ട്. അങ്ങനെ നമ്മൾ നേരെ അവിടെ എത്തി വണ്ടിയിൽ കയറിയിരുന്നു. സത്യത്തിൽ വണ്ടിയിൽ കയറിയിരുന്ന് ഇത്തിരി AC ഉണ്ടപ്പോഴാണ്ടോ ശരിക്കും ഒന്ന് ശ്വാസം നേരെ വീണത്. ശരിക്കും നമ്മൾ ആവിയിലിട്ട് പുഴുങ്ങിയെടുത്ത അവസ്ഥയായിരുന്നു. എൻ്റെ മുഖത്തൊക്കെ നന്നായിട്ട് അറിയാൻ പറ്റും, നന്നായിട്ട് വിയർത്ത് കുളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഓക്കെ, ബൈ ബൈ.